ഒരു ശുഭലക്ഷണമാണ് ഇപ്പോൾ ഇന്നലെ കനത്ത പോളിംഗ് എല്ലായിടത്തും കണ്ടത്. പോളിംഗ് ബൂത്തുകളിലൊക്കെ ഞങ്ങളുടെ പ്രതിനിധികൾ അതുപോലെ പാർട്ടി ഓരോ മണ്ഡലങ്ങളിലും ഒക്കെ നിരീക്ഷിച്ചപ്പോൾ അവിടെയൊക്കെ തന്നെ ആളുകളുടെ റെസ്പോൺസ് UDF അനുകൂലമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ നിന്ന് കിട്ടിയത് എന്നൊക്കെ റിപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു ആശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ലീഗിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളൊക്കെ നല്ലൊരു കൂടുതൽ സീറ്റ് ഞങ്ങൾക്ക് കിട്ടും. പരിപൂർണമായിട്ടും വന്നിട്ടില്ല. ഇന്ന് നാളെയും മറ്റന്നാളെങ്കിലും വരുള്ളൂ. മലപ്പുറം ജില്ലയിലെ മുഴുവൻ സീറ്റുകളും നേടുന്ന പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലാ ലീഗ് കമ്മിറ്റിയും അതുപോലെ UDF മലപ്പുറം ജില്ലാ കമ്മിറ്റിയൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. 16 മണ്ഡലങ്ങളിലും UDF തന്നെ വിജയിക്കും എന്നുള്ളതാണ്. അതന്നെയാണ് സാധ്യത. ഇപ്പോൾ നിങ്ങളൊക്കെ വിലയിരുത്തലും അത് തന്നെയാണ്. ഞങ്ങൾ വിലയിരുത്തുന്നതൊക്കെ വരികൾക്കിടയിൽ 2 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ട്രെൻഡ് എല്ലാവരും വർത്തമാനം UDF അനുകൂലം തന്നെയാണ്. അപ്പോൾ UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരുടെ വർത്തമാനം കേട്ടാലും അത് മനസ്സിലാവും. കാരണം അവരുടെ ആത്മവിശ്വാസക്കുറവ് പ്രകടമാണ്. UDF അനുകൂലമായ ഒരു തരംഗം തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ. അതുകൊണ്ടാണ് ഈ 100 സീറ്റ് എന്നൊക്കെ പറയുന്നത്. ആ തരംഗം ഉണ്ട് എന്നാണ്. ഞാനല്ല തങ്ങള് അല്ല അതെ അതിപ്പോ നമ്മളിപ്പോ ഒന്നും ചർച്ച ചെയ്യേണ്ട. തങ്ങളെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞത് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റ് അങ്ങനെയുള്ള ചർച്ചകളൊന്നും കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് തങ്ങളെ പറഞ്ഞത്. ഒക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു. പിന്നെന്തിനും ഇപ്പൊ ചോദിക്കുന്നത്? ആദ്യം ഭൂരിപക്ഷം കിട്ടട്ടെ. ഈ രാജ്യത്തിന്റെ പ്രശ്നം പലതും ഉണ്ടല്ലോ. അതല്ലേ നമുക്ക് നോക്കണം. അല്ല അതന്നെ അതെ. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തിയിട്ട് തന്നെയല്ലേ പറയുന്നത്. 100 സീറ്റ് കിട്ടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല ഒരു 20-18 സീറ്റ് UDF ജയിച്ചില്ലേ. അതേ ട്രെൻഡാണെങ്കിൽ ഉണ്ടാവുമല്ലോ. നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ മതി. പിന്നെ പേരാമ്പ്ര ഒക്കെ അതൊക്കെ വലിയ പ്രതീക്ഷ. അതുപോലുള്ള സീറ്റുകളൊക്കെ പ്രതീക്ഷിക്കല്ലേ. സൗത്ത് അതുപോലെ അങ്ങോട്ട് കോഴിക്കോട് ജില്ലയിലൊക്കെ മുഴുവൻ സീറ്റിലും പ്രതീക്ഷയാണ്. മലപ്പുറം ജില്ലയിൽ പിന്നെ പോട്ടെ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെ അവർക്ക് സീറ്റൊന്നും കിട്ടിയില്ല. ഇവിടെ സമയത്ത് വെള്ളാപ്പള്ളി UDF വരില്ല, ഭരണ തുടർച്ചയാണെന്ന് പറഞ്ഞു.